ചുട്ടരച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു നല്ല ഒരു ബ്രൗൺ നിറമാണ് ഇതിൻ്റെ കളർ കേട്ടോ. ശരിക്കും ഡാർക്ക് ബ്രൗണൊക്കെ ആവും ചുട്ടത് ശരിക്കും അടുപ്പത്തു നിന്നൊക്കെ എടുക്കുന്ന ചമ്മന്തിക്ക്. എന്നാലും ഞാനിത് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റൊക്കെ സൂപ്പറാണ്. എല്ലാവർക്കും MA വ്ളോഗ്സിലേക്ക് പിന്നെയും സ്വാഗതം. ഇത് ഞാൻ ഒരു പുതിയ വിഭവം, പഴയ ആൾക്കാരുടെ ആണ്, നമുക്കിപ്പോൾ ഇത് പുതിയതാണ്. കാരണം ഇത് വേറൊന്നുമല്ല, ചുട്ടരച്ച ചമ്മന്തി എന്ന് പറയും. ഇപ്പം ഞാൻ ചെയ്യാൻ പോവുകയാണേ. നമ്മുടെ അടുപ്പ് ചൂടായി, ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കുകയാണ്. അതുകൊണ്ട് ആ കൂട്ടത്തിലൊന്ന് കാണിക്കുകയും കൂടെ ചെയ്യാണ്. ഞാൻ ചുട്ടരച്ച ചമ്മന്തിക്ക് വേണ്ടി ഒരു അരമുറി തേങ്ങ ഉണ്ടായിരുന്നു. അതിങ്ങനെ ഞാൻ ചെറിയ രീതിയിൽ കഷ്ണിച്ചെടുത്തു. അതായത് ഇങ്ങനെ നമ്മൾ ഈ തേങ്ങ കൊത്ത് പോലെ ആക്കണം. മാക്സിമം ഇതിൻ്റെ തിക്നെസ് കുറയ്ക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വാടിക്കിട്ടും. ശരിക്കും ഇത് ചുട്ടരച്ച ചമ്മന്തി എന്നൊക്കെ പറഞ്ഞാൽ പോകാറായ തേങ്ങയോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇച്ചിരി വാട്ടം ചെന്ന തേങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ചുട്ടരച്ച ചമ്മന്തിക്ക്. പിന്നെ ഇത് നാട്ടിലൊക്കെ അറിയാമല്ലോ, നമുക്ക് വീട്ടിലൊക്കെ അമ്മമ്മയൊക്കെ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ അടുപ്പ് കത്തിക്കുമ്പം അതിനകത്തേക്ക് ഈ തൊണ്ടില്ലാത്ത തോടെന്ന് പറഞ്ഞാൽ ചിരട്ടയില്ലാത്ത ആ തേങ്ങ ഇങ്ങനെ ഇട്ടിട്ട് ചിരട്ടയോടെ ഇടും അല്ലേ. അങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ കത്തിച്ചിട്ട് ആ ഒരു തീയിൽ കടന്ന് ഇത് ചുട്ടിട്ട് അതിനകത്താണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഇപ്പം നമുക്ക് അതിനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനൊന്ന് ചെയ്യുവാണേ. ഞാനൊന്ന് എണ്ണയൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ ഞാനിത് നന്നായിട്ടൊന്ന് ചുട്ട് എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. മാക്സിമം ഇതിനകത്ത് ചൂട് കിട്ടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാൻ നോക്കുകയാണ് തേങ്ങ. എന്നാലും നമുക്ക് ആ ഒരു ചുട്ടരച്ച ചമ്മന്തിയുടെ ഒരു സ്വാദ് വരത്തുള്ളൂ. ഇപ്പം ഞാനിവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഇരുമ്പ് പാത്രമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പാത്രം മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് നോൺ സ്റ്റിക്കിനെക്കാട്ടിലും കൂടുതൽ കുറച്ചുകൂടെ നല്ലത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഇരുമ്പ് പാത്രമാണ്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഏകദേശം ആയി വരുന്നു. ചിലതൊക്കെ ഇങ്ങനെ കണ്ടോ, ഈ ഒരു ടൈപ്പ് ഇത്രയൊക്കെ മതി ശരിക്കും പരുവം. ഇതൊക്കെ ഞാൻ നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞുകൊണ്ട് തേണ്ട ഇതൊക്കെ ആയിട്ടുണ്ട്. ഇച്ചിരി കട്ടിയായിട്ട് അരിഞ്ഞാക്കി ഇപ്പോഴും കിടക്കുകയാണ്. അതും കൂടെയൊക്കെ ഒന്ന് ലേശാകാൻ നമ്മൾ ശ്രമിക്കുന്നു. പിന്നെ ചുട്ടെടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ചില ഭാഗങ്ങൾ നന്നായിട്ട് ചുടും, ചില ഭാഗങ്ങൾ അത്രയ്ക്കൊന്നും ചുട്ട് വരത്തില്ല. അടുപ്പിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമൊന്നും ചിലപ്പോൾ ചുട്ട് വരത്തില്ല, നന്നായിട്ട് തീ കൊള്ളുന്നിടമായിരിക്കും ചുട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമൊക്കെ ശരിക്കും ആ ചമ്മന്തിയിലുണ്ട്. എന്നാലും അതൊരു ടേസ്റ്റാണ് ആ ചമ്മന്തിക്ക്. ഇപ്പം നമ്മൾ ഇച്ചിരി മെനക്കെട്ട് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നതിലും ഒരു കാരണം കാണുമല്ലോ, കാരണം അതീവ രുചികരമാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതെ, അല്ല മമ്മി അടുപ്പത്ത് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അടുപ്പത്ത് ഇങ്ങനെ ചെറിയ തീയൊക്കെ ആണെങ്കിൽ അടുപ്പത്തോട്ട് ഇട്ടേക്കും. അടുപ്പത്ത് കരിയാൻ പാടില്ല. അതെ അതെ അതെ. പിന്നെ ഈ ഒരു ചമ്മന്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേങ്ങ അത്ര നല്ലതാവണമെന്നൊന്നുമില്ല. ഏതൊരു ഇച്ചിരി അല്ലേ, ഇച്ചിരി ഒന്ന് പോക്കടിച്ച തേങ്ങയൊക്കെ വാട്ടലൊക്കെ അടിച്ച തേങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ചുട്ടരച്ച ചമ്മന്തിക്ക് അത് ബെസ്റ്റ് ആയിരിക്കും. അതെയോ, തേങ്ങ കൊള്ളാതാവുമ്പോഴാണെന്ന്. അതെ അതെ. എന്നാലും പിന്നെ ഇടയ്ക്ക് നമുക്കൊരു ആഗ്രഹം തോന്നും ഈ ചുട്ടരച്ച ചമ്മന്തി ഒന്ന് കഴിച്ചിരുന്നെങ്കിൽ. കഞ്ഞിയുടെ കൂട്ടത്തിൽ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. കഞ്ഞിയും ചോറും ഒക്കെ നമുക്ക് നന്നായിട്ട് പോകും ഈ ചമ്മന്തിയുടെ ഒരു കൂട്ടത്തിൽ. ഭയങ്കര ടേസ്റ്റാണ് ശരിക്കും അത് ചോറും കഞ്ഞിയൊക്കെ കഴിക്കുമ്പം ഇതുണ്ടെങ്കിൽ. നമ്മളിച്ചിരി ഇപ്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഇത് വറുത്തെടുക്കുന്നതിൻ്റെ ഒരു കാര്യം പിന്നിൽ അതാണ്. ഇതിപ്പോൾ അത്ര പോക്കടിച്ച തേങ്ങയൊന്നും അല്ല, വലിയ കുഴപ്പമില്ലാത്ത തേങ്ങ തന്നെയാണ്. എന്നാലും ഇതുണ്ടാക്കണം എന്നൊരാഗ്രഹം തോന്നിയുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പം ഇത് ഏകദേശം പാകമായി കണ്ടോ, അതിൻ്റെ ഒരു തെളിവാണ് കണ്ടോ. ഇത് പൊട്ടുന്നുണ്ട് കേട്ടോ ശരിക്കും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് എടുക്കാം. ഇനി നമ്മൾ ഒരുപാട് റോസ്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഫുള്ളും കരിഞ്ഞു പോവും. അപ്പോൾ ടേസ്റ്റ് കംപ്ലീറ്റ് അങ്ങ് കരിവ് ചുവയായിപ്പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ തേങ്ങ അങ്ങ് മാറ്റിയാണ്. ഇനി നമ്മളിതിനകത്തേക്ക് വേറെയുള്ള ഐറ്റംസ് ചേർക്കാനുണ്ട്. നമ്മുടെ ചമ്മന്തിയിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസും നമുക്കിത് കണക്ക് തന്നെ ചെയ്തെടുക്കണം. ഇനി ഞാനൊരല്പം എണ്ണ ഒഴിക്കുകയാണ്, കാരണം എനിക്ക് നമ്മുടെ ചുവന്ന മുളകിനെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. ഒരു ലേശം എണ്ണ എടുക്കുന്നു. ഒരു 2 ചുവന്ന മുളകിനെ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള മുളക് ഇതാണ്. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് തന്നെ, എനിക്കിപ്പോൾ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ശരിക്കും ഇത്ര എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ. ഒരു ചെറിയ രീതിയിൽ എണ്ണ മതി. ചിലപ്പോൾ അല്ലെങ്കിൽ നമുക്കിത് ചുട്ടെടുക്കാനും പറ്റും. ഈ മുളകൊക്കെ മമ്മിയൊക്കെ ചുട്ടെടുക്കുന്നത് എണ്ണ ഉപയോഗിക്കാറില്ല. പക്ഷേ എനിക്കിപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചുട്ടെടുത്ത് പറ്റുമെന്ന്. അതുകൊണ്ട് ഞാനിങ്ങനെ റോസ്റ്റ് ചെയ്തത് മാറ്റി. ഇനി കുറച്ച് കറിവേപ്പിലയും ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സവോള ചേർത്തു. സോറി ഇത്തവണ മറന്നുപോയി. അപ്പോൾ ശരി, കഴുകി വെച്ച കറിവേപ്പിലായിരുന്നു. ഞാൻ തുടക്കാഞ്ഞുകൊണ്ട് നന്നായിട്ടൊന്ന് പൊട്ടി. പിന്നെ അത് ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. നമുക്കൊരു വയറിനൊക്കെ ഒരു സുഖമായിരിക്കും ചമ്മന്തി കഴിച്ചിരിക്കുമ്പോഴേ. ഇതൊക്കെ ഒരു വാട്ടി ചേർക്കുന്ന ആണല്ലോ, അതുകൊണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നു.
ശരിക്കും നമ്മുടെ ചുട്ടരച്ച ചമ്മന്തിയിൽ ഞാൻ ഈ കാണിക്കുന്നത് എനിക്ക് ഉള്ളിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു ഇത് കാണിച്ചത് സവോള ഇങ്ങനെ നാക്കിയെടുത്തത്. ശരിക്കും അവർ സൈഡിലേക്ക് ഇങ്ങനെ മമ്മിയൊക്കെ അടുപ്പത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് ചുവന്നുള്ളിയൊക്കെ ഇങ്ങനെ ഇതാക്കി എടുക്കത്തേ ഉള്ളൂ. അപ്പം എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക. എനിക്കിപ്പം അങ്ങനെ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. എനിക്കൊരു ടേസ്റ്റ് വരാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇങ്ങനെ നാക്കിയെടുത്തത്. ഇതാകുമ്പോൾ എനിക്കിപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ ഇരിക്കും ഈ ചമ്മന്തി ഇങ്ങനെ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്ത് ചേർക്കുമ്പോൾ. ഇല്ലെങ്കിൽ ശരിക്കും ചുട്ടരച്ച ചമ്മന്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മറ്റേ ചമ്മന്തിയൊക്കെ കൂടുതൽ നേരെ ഇരിക്കും. അതാണൊരു മെയിൻ സംഭവം. അതിൻ്റെ ഇത്രേ ഉള്ളൂ. ഇനി ഞാനിത് ചേർക്കുക, ഇത്ര മാട്ടിയാൽ മതി. അങ്ങനെ ഞാനിത് ചേർത്തിട്ട് ഇനി എല്ലാം കൂടെ ഒന്ന് അരയ്ക്കാൻ പോവാണേ. ഇനി ഇതിനകത്ത് മെയിൻ വേറൊരു ഐറ്റം ഉണ്ട്. ഈ ചമ്മന്തിയുടെ മെയിൻ ഐറ്റം പറഞ്ഞില്ല ഇതുവരെ. നമ്മുടെ പുളി ചേർക്കുവാണ്. പുളി ഞാൻ ഒരു അര നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ടേ. അതെടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഉപ്പും ചേർത്ത് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുവിധം നല്ല ഒരു ബ്രൗൺ നിറമാണ് ഇതിൻ്റെ കളർ കേട്ടോ. ശരിക്കും ഡാർക്ക് ബ്രൗണൊക്കെ ആവും ചുട്ടത് ശരിക്കും അടുപ്പത്തു നിന്നൊക്കെ എടുക്കുന്ന ചമ്മന്തിക്ക്. എന്നാലും ഞാനിത് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റൊക്കെ സൂപ്പറാണ്. അതിന് എൻ്റെ കിട്ടണമെന്ന് രക്ഷിക്കാൻ കൊടുക്കും. അല്ലേ? ശരിയല്ലേ? അപ്പോൾ ശരി, ഓൾമോസ്റ്റ് നമ്മളതിൽ വിജയിച്ചിരിക്കുകയാണ്. ചുട്ടരച്ച ചമ്മന്തി കഴിക്കാനുള്ളൊരു മോഹം ഇപ്പോൾ പൂവണിയാൻ പോവാണ്. അപ്പോൾ ഇതും ചമ്മന്തിയും തൈരും ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഇത് മാത്രം മതി. തൈരുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ഇതിനെ കഴിക്കാം. പിന്നെ ഇത് മാത്രം കൂട്ടി കഴിക്കുന്നവരും ഉണ്ട്. തൈര് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് മാത്രം കൂട്ടി ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റി എന്താ പറയുക, എൻ്റെ ഫേവറേറ്റ് ഒരു ഡിഷാണ്. ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കുക. താങ്ക് യു സോ മച്ച്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.